കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കള് പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്നാണ് പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാ. അപ്പൊ അച്ഛൻ ബഹളം വെച്ച് അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇങ്ങനെ ഇത്രയും പ്രായമുള്ള മനുഷ്യനെ കളഞ്ഞിട്ട് പോവോ? എന്തൊരു മക്കളാണ് നിങ്ങളെയൊക്കെ! മക്കളെന്ന് വിളിക്കാൻ പോലും നാണക്കേടാണ് കേട്ടോ. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. 85 വയസ്സുള്ള ഒരു അച്ഛന്റെ അവസ്ഥ ഉണ്ടോ? 2 മക്കളുണ്ട്. അതിൽ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. 2 പേർക്കും അച്ഛന്റെ സ്വത്തുക്കൾ മതി, അച്ഛനെ വേണ്ട. അനാഥനായിട്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഈ നല്ലവരായ കുറെ മനുഷ്യരുണ്ടായോണ്ട് ആ മനുഷ്യൻ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. കണ്ടില്ലേ? ഒന്ന് നോക്കാൻ പോലും, കുളിച്ചിട്ട് തന്നെ മാസങ്ങളാവുന്ന ഈ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എങ്ങനെ? സത്യം പറഞ്ഞ ഇവരൊക്കെ മക്കളാണോ? പണമൊക്കെ എന്തിനാ പുഴുങ്ങി തിന്നാനാണോ? ഈ നിമിഷം വരെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു. അച്ഛൻ കുറച്ചിലാണ്. കുറച്ചില്ലെന്നല്ലെന്ന്, അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു മൃഗത്തിനെ പോലും ഈ രീതി കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്ക്. നിലവിളിയാണ് അദ്ദേഹം ഇവിടെ കിടന്ന്. രാത്രി എന്നില്ല പകലൊന്നില്ലാതെ കിടന്ന് നിലവിളിക്കുക ഇവിടെ കിടന്ന്. ആരുണ്ട് കേൾക്കാനായിട്ട്? ഈ പാവങ്ങൾ ഇവർ കുറെ ആൾക്കാർ അദ്ദേഹത്തിന് ചായയോ അതേപോലെ ആഹാരം എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിന്നു. അല്ലെ എന്നേ ഇദ്ദേഹം കഥാവശേഷനായി പോയത്. നിലവിളിയാ, വിശക്കുന്നേന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് സഹിക്കുവോ? നമുക്ക് മാതാപിതാക്കളുള്ളതല്ലേ. അപ്പൊ അയലത്തുള്ളവരെല്ലാവരും ചേർന്ന് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, ഊണ് കുടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് തികയും. ഒരു രക്തബന്ധവും ഇല്ലാത്ത ഈ അയൽവാസികൾ കാണിക്കുന്ന സ്നേഹം പോലും ജന്മം കൊടുത്ത മക്കള് കാണിക്കാത്തത് എന്തൊരു മക്കളാണ്! സത്യം പറഞ്ഞാൽ ഇവരുടെ ആവശ്യം ഈ സ്വത്തുക്കളൊക്കെ തിരിച്ച് മേടിക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇവർ കൊടുക്കരുത്. കാരണം അത്രയ്ക്കാണ് ഈ മനുഷ്യനെ ദുരിതപ്പെടുന്നത്. അത്രയ്ക്ക് നാട്ടുകാർ സഹിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം മൂന്നാംകുറ്റി 600 മൈൽ. ഇത് ബിന്ദുകൃഷ്ണ മണ്ഡലം കൂടിയാണ്. ബഹുമാനപ്പെട്ട ബിന്ദുകൃഷ്ണ ഇതിൽ ഇടപെട്ട് ഒരു അടിയന്തര നടപടി ഉണ്ടാകണം. കാരണം അത്രയ്ക്ക് ദുരിതമാണ്. ഒരു അച്ഛനോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്, ഒരു മക്കളും കാണിക്കാത്ത കൊടും ക്രൂരത. ആ അച്ഛൻ കരയുവാണ്. ഒരു വല്ലാത്ത സാഹചര്യം കണ്ടില്ലേ? പഠിപ്പിച്ച് വലുതാക്കി പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അച്ഛനെ വേണ്ട. ആ അച്ഛൻ നിന്ന് കുനിഞ്ഞ് കരയുവാണ്. അച്ഛൻ കരയുവാണ്. അച്ഛൻ വിഷമിക്കാതെ. ജന്മം നൽകിയ മക്കൾക്കോ വേണ്ട. അച്ഛൻ വിഷമിക്കാതെ കേട്ടോ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും കേട്ടോ. അച്ഛൻ വിഷമിക്കാതെ. മൂത്തവന് കുടുംബമൊക്കെ ഇളയമന് കൊടുത്തോണ്ട് ഇത് മൂത്തവനെ കൊടുത്തത് നല്ല രീതിയിൽ ജീവിച്ചോണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. ഇവിടെ നമുക്കൊരു 10-12 വർഷമായിട്ട് അറിയാം.